നമസ്കാരം, ഏവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി നോക്കിയാലോ. നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാറില്ല. ഇതാണ് മീൻ മുട്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ക്ലീൻ ചെയ്ത് അങ്ങനെ വെച്ചിട്ടില്ല. ഇത് മേടിച്ചത് അതുപോലെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതുപോലെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ മീൻ മുട്ട മാത്രമായിട്ടല്ല, അതിൻ്റെ കൂടെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഇൻഗ്രീഡിയൻസ് കണ്ടോ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, 2 സവോള, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, ഉപ്പ്, എണ്ണ, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മീൻ മുട്ടയും അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. മീൻ മുട്ടയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം, വേസ്റ്റ് എല്ലാം കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേറെ നേരത്തെ പറഞ്ഞത് 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും. അപ്പം നമുക്കത് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചിട്ടാൽ മതി, കുരുമുളക് പൊടിയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെയാണ് എരിവും എല്ലാം നിങ്ങൾക്ക് ഉപ്പും എല്ലാം ആവശ്യത്തിന് ഇടാം. കണ്ടോ, അപ്പോൾ സവാള ചെറുതായി കട്ട് ചെയ്ത് സവാളയും ഷാലറ്റ്സും, കൊച്ചുള്ളിയും ഓണിയനും ഷാലറ്റ്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഗാർലിക്ക്, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇവിടെ പുതിയതായിട്ട് എടുത്തതാണ്, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, എണ്ണ, വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നമുക്കിനി തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ച്, കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ
ഓണിയനും ഷാലറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, മെല്ലെ ഇളക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതുക്കെ ഇളക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഇളക്കുക, വീണ്ടും ഇളക്കുക. ഒരു ബ്രൗൺ കളർ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റും. നമ്മുടെ സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് അത് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് അത് ആയിട്ടുണ്ട്, മസാലകളൊക്കെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻമുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി, തീ കുറച്ച് വയ്ക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇറക്കി വയ്ക്കുക. നന്നായിട്ട് വഴറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ്സിനകത്ത് അത് റെഡിയാവും കേട്ടോ. അപ്പോൾ അത്രയും സമയം ചിലപ്പോൾ വേണ്ടി വരത്തില്ല. വേണമെങ്കിൽ നമുക്ക് അല്പം വെള്ളവും കൂടെ അതിൽ ചേർക്കാം. എണ്ണ കുറച്ചാൽ അല്പം വെള്ളം കൂടെ നമുക്കത് ചേർക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടോ, നല്ല മണമാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ ചേർക്കുന്ന ഉള്ളിയൊക്കെ വെച്ച് തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിത് കണ്ടാൽ വിടാറില്ല, ഞാൻ മേടിക്കും. ഇതുപോലെയാണ് ഞാൻ വയ്ക്കാറ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ചൂടോടെ കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിനി ഇതിന് ഒരു തീ ഓഫാക്കുക. നമുക്കിനി ഇതിനൊരു ഡിഷിലോട്ട് മാറ്റാം. സർ, നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിനെ തയ്യാറാക്കിയ മീൻമുട്ട പ്രത്യേകിച്ചൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇത് ചൂടോടെ സെർവ് ചെയ്യുക കേട്ടോ. ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറിപ്പോവും, ടേസ്റ്റ് മാറും.
അപ്പോൾ തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസ് ഇടാം. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.